ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ സ്ഥലം കണ്ണൂർ ജില്ലയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചെറിയൊരു മഴയും മഞ്ഞും കാര്യങ്ങളൊക്കെ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്താറായിട്ടാ. ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ എന്ന സ്ഥലത്തെ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അടയാളം കണ്ടു. 2013 നവംബർ 13 കേട്ടോ. ഫാദർ തോമസ് പരീക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് തിരുവോസ്തിയിൽ യേശുവിൻ്റെ തിരുമുഖം തെളിഞ്ഞു വന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് വത്തിക്കാൻ അംഗീകരിച്ചാണ് കേട്ടോ. ആ ഒരു വലിയ അത്ഭുതം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. പ്രായമായിട്ടുള്ള അമ്മമ്മകൾക്കൊക്കെ ഇതിൽ കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുപോലെ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ പള്ളിയുടെ ഇത് സൈഡിൽ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വാഹനം കയറ്റി കഴിഞ്ഞാൽ ആ പള്ളിയിലേക്ക് കയറി ചെല്ലാൻ അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇന്ത്യയിലും റോമിലും ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് 12 വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് 2025 മെയ് 31 ഔപചാരികമായിട്ട് പ്രഖ്യാപനം നടത്തിയത് വത്തിക്കാൻ. ഈ സംഭവം ദിവ്യകാരുണ്യ അത്ഭുതമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് അത്ഭുതം നടക്കുകയും അതുപോലെ തന്നെ ഇവിടെ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തിങ്കൾ മുതൽ വ്യാഴം വരെ 3 കുർബാന കേട്ടോ. വെള്ളി ശനിയും 5 കുർബാന 5 നൊവേനയാണുള്ളത്. അതുപോലെ ഞായറാഴ്ച 7 കുർബാനയാണുള്ളത് കേട്ടോ. കുർബാനയുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. ഈ കാണുന്നത് സ്റ്റാളാണ് കേട്ടോ. ചെറിയൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. അത് മാത്രമല്ല കാശുരൂപം അതുപോലെ കൊന്ത ഞാനതൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. ഒരുപാട് വിഷമമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം സന്തോഷമുള്ള ഒരു വിഷമമാണ്. വല്ലാത്തൊരു ഭാഗ്യമായി പോയി. കർത്താവിനെ ഒന്ന് കാണാനൊക്കെ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഈശോയുടെ തിരുമുഖം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ആയിട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഏറ്റവും വലിയ അടയാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരിക, സാധിക്കാവുന്നവർ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.